ഗുഡ് മോർണിംഗ്. രാധേ രാധേ. കോപത്തെ എങ്ങനെ ഇല്ലാതാക്കാം? അതിന് എന്താണ് കോപമെന്നറിയണം, എവിടെ നിന്നാണ് കോപം വരുന്നതെന്നറിയണം. ഒരാൾ നിങ്ങളെ ഇൻസൾട്ട് ചെയ്താൽ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് അയാളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. നമുക്കൊരാളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചുട്ട മറുപടി കൊടുക്കണമെന്ന് തോന്നും. അപ്പം നമ്മുടെ ശരീരത്ത് നിന്നും അത്യധികം ചൂടുള്ള ഒരു ഊർജം ഉണ്ടാകും. ആ ഊർജത്തെയാണ് നമ്മൾ കോപമെന്ന് പറയുന്നത്. നോക്കൂ, നിങ്ങൾ ദൈവത്തോട് എത്രയോ തവണ പറയുന്നു, അറിഞ്ഞോ അറിയാതെയോ ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളും ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ, ഭഗവാനെ ഞാൻ ഇടയ്ക്കൊക്കെ തെറ്റ് ചെയ്യും, ഭഗവാൻ എന്നോട് ക്ഷമിക്കണം, കോപിക്കരുത്. പക്ഷേ മറ്റൊരാൾ നമ്മളോട് തെറ്റ് ചെയ്താൽ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറല്ല, കോപിക്കുകയും ചെയ്യും. ഇതെന്തൊരു ന്യായമാണ്? നോക്കൂ, ക്രിസ്തു മതക്കാരുടെ ഇടയിൽ ഒരു നല്ല പ്രാർത്ഥനയുണ്ട്. അവർ പറയും, ഈശോയെ, മറ്റുള്ളവരുടെ തെറ്റുകൾ ഞാൻ പൊറുക്കുന്നത് പോലെ എൻ്റെ തെറ്റുകൾ അങ്ങ് പൊറുക്കണമേ. ഈ അർത്ഥത്തിലാണ് ആ പ്രാർത്ഥന, അങ്ങ് പൊറുക്കണമേ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഒരു വലിയ കണ്ടീഷൻ ഉണ്ട്. എന്താണ് ആ കണ്ടീഷൻ? മറ്റുള്ളവരുടെ തെറ്റുകൾ നീ പൊറുക്കണം. അങ്ങനെ പൊറുത്താൽ മാത്രമേ നിന്റെ തെറ്റുകൾ ദൈവമായ ഞാൻ പൊറുത്തു തരികയുള്ളൂ എന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ഒരാൾ നിങ്ങളോട് കോപിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ പറയുക, ഇത് ഞാൻ ക്ഷമിക്കണം, എന്നാലേ എൻ്റെ തെറ്റ് ദൈവം ക്ഷമിക്കുകയുള്ളൂ എന്ന് പറയണം. അപ്പം നിങ്ങളുടെ കോപം ഇറങ്ങുന്നത് കാണാം. ഇനി നിങ്ങൾക്ക് അത്രത്തോളം ഒന്നും ഉയരാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ കോപത്തെ അടിച്ചമർത്തണ്ട, പൊട്ടിത്തെറിക്കണം. ഒരാൾ നിങ്ങളോട് കോപിച്ചാൽ നിങ്ങൾ മനസ്സിൽ വേണം പൊട്ടിത്തെറിക്കാൻ. ചുണ്ടനങ്ങരുത്, മനസ്സിൽ പറയണം, അടിച്ച് നിന്റെ ചെവിക്കന്നെ ഞാൻ പൊട്ടിച്ചു കളയും, വൃത്തികെട്ടവനെ, കാണിച്ചു തരാം നിന്നെ എന്നങ്ങ് പറയുക. കുറച്ച് കഴിയുമ്പോൾ ശാന്തമാകും. അതിനുശേഷം ദൈവത്തോട് മാപ്പ് പറയുക. ഞാൻ അങ്ങനെയൊക്കെ മനസ്സിൽ പറഞ്ഞല്ലോ, തെറ്റായി പോയല്ലോ. അങ്ങനെ കുറച്ച് തവണ മാപ്പ് പറയുമ്പോൾ പിന്നെ നിങ്ങളുടെ കോപം ഇല്ലാതായി മാറും. ഇനി വീട്ടിൽ ആരുമില്ലെങ്കിൽ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് പൊട്ടിത്തെറിക്കാം. മറ്റൊരു വഴി, കോപം വരുമ്പോൾ ഇഷ്ടദേവന്റെ മന്ത്രം ജപിക്കുക. നിങ്ങൾ രാധാഭക്തരാണെങ്കിൽ കോപം വരുമ്പോൾ ശ്രീരാധേ ശ്രീരാധേ എന്ന് ജപിക്കുക. ഇനി ഭർത്താവ് നിങ്ങളോട് കോപിച്ചാൽ, അല്ലെങ്കിൽ ഭാര്യ നിങ്ങളോട് കോപിച്ചാൽ, അവരിങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിൽ പറയുക, ദൈവമേ, കണ്ടില്ലേ എന്തൊരു സ്നേഹമില്ല, എനിക്ക് നല്ലൊരു പ്രണയം തരണേ, എനിക്ക് നല്ലൊരു പ്രണയം തരണേ, ഉദാത്തമായ ഒരു പ്രണയം എനിക്ക് തരണേ. അതോടുകൂടി പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആൾ പറയുന്നത് എന്തെന്ന് പോലും നിങ്ങൾ കേൾക്കുന്നില്ല. നിങ്ങളുടെ മുഖഭാവം അയാളെ സ്തംഭിപ്പിച്ചു കളയും. അങ്ങനെ നോക്കൂ, നിങ്ങൾ കോപത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടും. ഇത് ചെയ്തു നോക്കൂ. ആദ്യമൊക്കെ നിങ്ങൾ പൂർണ്ണമായും വിജയിക്കണമെന്നില്ല, പക്ഷെ നിശ്ചയമായും വളരെ പെട്ടെന്ന് തന്നെ കോപത്തെ കീഴടക്കാൻ പറ്റും. കഴിയട്ടെ. ഗുഡ് മോർണിംഗ്. രാധേ രാധേ. ഓ രാധേ രാധേ. രാധേ രാധേ. ഓ രാധേ രാധേ.